ബ്രെഡ് ക്രംസ്, ചപ്പാത്തി, റസ്ക് എന്നിവ പൊടിച്ചു സൂക്ഷിച്ച് എണ്ണക്കടികൾ, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് പയ്യോളിയിലെ ഷെറിൻ ഫുഡ്സ്. ഇവിടെ നിന്നാണ് പഴകിയതും പൂപ്പൽ ബാധിച്ചതുമായ ചപ്പാത്തിയും ബ്രെഡ് ക്രംസ് അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. കാലിത്തീറ്റ നിർമ്മിക്കാനെന്ന പേരിൽ കടക്കാരിൽ നിന്ന് സ്ഥാപനയുടമ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഇതെല്ലാം കൊടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആണ് ഒരു ബേക്കറിയിലും ഹോട്ടലുകളിലും പിന്നെ ഉള്ള നമ്മുടെ കട്ട്ലറ്റിന് യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയും ഇത് കയറ്റാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അപ്പുറത്ത് മൈദ എന്ന് പറഞ്ഞൊരു ചാക്കിനകത്തും ഇതുപോലെ ചെയ്തത്. ഈ കമ്പനിയോടമ തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരം വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയുള്ള ഭക്ഷണം കൊടുക്കുമോ? ഇല്ല. നാട്ടുകാരുടെ മക്കൾ എന്ത് വേണമെങ്കിലും തിന്ന് ചത്തോട്ടെ, സ്വന്തം മക്കൾ സേഫായിട്ടിരിക്കണം. കാശ് എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ ഈ ഒരു നാളേക്കൊക്കെ. നമ്മളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ തിന്ന് ചത്തോട്ടെ എന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. നമ്മളെന്താടാ നാൽക്കാലികളാ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫുകളുണ്ട്. നിങ്ങൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു സാമാനം ഇല്ലേ? നിങ്ങളുടെ മക്കളും പുറത്ത് പോയി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ്. നിങ്ങൾക്കും കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻ്റൊക്കെ ആകാം. എന്തായാലും ഇത്തരം വസ്തുക്കളൊന്നും ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അവൻ്റെ അണ്ണാക്കി തന്നെ തിരിക, അതാണ് വേണ്ടത്. വല്ലവൻ്റെ മക്കളൊക്കെ തിന്ന് രോഗവും ബാധിച്ച് അസുഖബാധിതരായിട്ട് നടക്കട്ടെ. അവനും അവൻ്റെ കുടുംബവും ഹാപ്പി അല്ലേ?